നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ജനുവരി 20 ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ വേളയിൽ പ്രാരംഭ പ്രാർത്ഥന നടത്താൻ നിയുക്തനായിരിക്കുന്നത് ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ തിമോത്തി ഡോളൻ. ന്യൂയോർക്കുകാരനായ ട്രംപിന്റെ ജന്മനാടിനോടുള്ള അടുപ്പം തന്നെയാണ് രണ്ടാം തവണയും സ്ഥാനാരോഹണ ദിനത്തിൽ ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് പ്രാരംഭ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതിന് നിമിത്തമായിരിക്കുന്നത്. ജനുവരി 20 നടക്കുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ പരിപാടികളിൽ ന്യൂയോർക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് കർദിനാൾ തിമോത്തി ഡോളൻ പ്രാരംഭ പ്രാർത്ഥന നടത്തും. കർദിനാൾ തിമോത്തി ഡോളൻ പിക്സ് 11 ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അറിയിപ്പ്. 2017 ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് സ്ഥാനാരോഹണ വേളയിലും കർദിനാൾ ഡോളൻ പ്രാരംഭ പ്രാർത്ഥന നയിച്ചിരുന്നു. 60ാമത് US പ്രസിഡന്റ് സ്ഥാനാരോഹണത്തെ അടയാളപ്പെടുത്തുന്ന ഇത്തവണത്തെ സ്ഥാനാരോഹണ പരിപാടികൾ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം സ്ഥാനാരോഹണം കൂടിയാണ്. 2024 മെയ് മുതൽ സ്ഥാനാരോഹണ പരിപാടികളുടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പരിപാടികളിൽ മേൽനോട്ടം വഹിക്കാൻ കോൺഗ്രസിന്റെ ഇരുസഭകളും ഉദ്ഘാടന ചടങ്ങുകളുടെ സംയുക്ത സമിതിയെ നിയോഗിച്ചു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡേക്ക് തന്നെയാണ് ഇത്തവണത്തെ സ്ഥാനാരോഹണ പരിപാടികൾ. ഇത് 3ാം തവണയാണ് ഈ തീയതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ പരിപാടികൾ നടത്തപ്പെടുന്നത്. ചടങ്ങുകൾ വാഷിംഗ്ടൺ DC-യിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ക്യാപിറ്റൽസിന്റെ വെസ്റ്റ് ഫ്രണ്ടിൽ 12 PM ഈസ്റ്റേൺ ടൈമിന് ആരംഭിക്കും. പാസ്റ്റ് ഇന്റർവ്യൂ, ഘോഷയാത്ര, പരേഡ് എന്നിവ പരിപാടികളുടെ ഭാഗമായി നടത്തപ്പെടും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, എൽ സാൽവഡോർ പ്രസിഡന്റ് നൈബ് ബുഗേലെ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ജോർജിയൻ പ്രസിഡന്റ് സലോമി സോറബ്ജിലി, അർജന്റീന പ്രസിഡന്റ് ഹാവിയൻ മിലൈ എന്നിവരുൾപ്പെടെ നിരവധി ലോക നേതാക്കൾക്ക് ക്ഷണം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ചരിത്രത്തിൽ ഇതുവരെ ഒരു വിദേശ രാഷ്ട്രതലവനും US പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. ന്യൂയോർക്കുകാരനായ ഡൊണാൾഡ് ട്രംപിന്റെ ജന്മദേശത്തോടുള്ള സ്നേഹം പ്രകടമാകുന്നതാണ് സ്ഥാനാരോഹണ ദിനത്തിൽ ന്യൂയോർക്ക് അതിരൂപത ആർച്ച് ബിഷപ്പിനെ പ്രാരംഭ പ്രാർത്ഥനകൾക്കായി നിയമിച്ചതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. ലോസ് ഏഞ്ചലസിലെ കാട്ടുതീ മഹാദുരന്തമായി പ്രഖ്യാപിച്ച് അമേരിക്ക. കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തമാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. തീപിടുത്തത്തിൽ 30,000-ഓളം ഏക്കർ സ്ഥലത്ത് നാശനഷ്ടമുണ്ടായി. 1000-ലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചു. $50 ബില്യൺ നഷ്ടം സംഭവിച്ചതായിട്ടാണ് അനുമാനം. 10,000-ഓളം ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയയിലെ 6 തീ പടർന്നു പിടിച്ചത്. സാന്റാ മോണിക്കയ്ക്കും മാലിബുവിനും ഇടയിൽ തീപിടുത്തത്തിൽ 15,000-ഓളം ഏക്കറാണ് കത്തി നശിച്ചത്. സാൻ ഗബ്രിയേൽ മലനിരകൾക്ക് കീഴെ ഈറ്റൺ മേഖലയിലാണ് രണ്ടാമത്തെ തീപിടുത്തമുണ്ടായത്. മേഖലയിൽ 10,600 ഏക്കറിലധികം സ്ഥലത്ത് തീ പടർന്നു പിടിച്ചു. 1000-ലധികം കെട്ടിടങ്ങളാണ് കത്തി നശിച്ചത്. 5 പേർ തീപിടുത്തത്തിൽ മരിക്കുകയും ചെയ്തു. $50 ബില്യൺ നഷ്ടം ഇതുവരെ കണക്കാക്കിയിട്ടുണ്ട്. ലോസ് ആഞ്ചലസിലെ കാട്ടുതീ കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ സഹായിക്കാൻ അധിക ഫെഡറൽ ഫണ്ടുകളും വിഭവങ്ങളും ജോ ബൈഡൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. വൈറ്റ് ഹൗസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. കാലിഫോർണിയയിലെ കാട്ടുതീ മഹാദുരന്തമായി അമേരിക്ക പ്രഖ്യാപിച്ചു. തീപിടുത്തത്തിൽ ഇതുവരെ 30,000-ഓളം ഏക്കറിൽ നാശനഷ്ടമുണ്ടായി. ലോസ് ആഞ്ചലസിലെ ആളുകൾ ഒരു പേടിസ്വപ്നവുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് അഗ്നിശമന സേനാംഗങ്ങളെ ഹീറോകൾ ആയിട്ടാണ് കാണുന്നതെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. ഇന്നലെ ഷെഡ്യൂൾ ചെയ്തിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഇറ്റലി സന്ദർശനം ജോ ബൈഡൻ റദ്ദാക്കി വാഷിംഗ്ടണിൽ തുടരുകയാണ്. ഹോളിവുഡ് സിനിമാ ലോകത്തിന്റെ ആസ്ഥാനവും താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും വീടുകളും ഉള്ള ഹോളിവുഡ് ഹിൽസിലെ തീയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. മാസങ്ങളായി മഴ ലഭിക്കാത്തതിനെ തുടർന്ന് ഉണങ്ങിക്കിടക്കുന്ന പ്രദേശമായതിനാലും വരണ്ട കാറ്റ് ഉള്ളതിനാലും തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ വീടുകളുള്ള പ്രദേശം കൂടിയാണ് കത്തി നശിച്ചത്. ഒട്ടേറെ താരങ്ങളുടെ അവധിക്കാല വസതികളും ഇവിടെയുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഹമാസിന് അന്ത്യശാസനം നൽകി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ജനുവരി 20 എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നാണ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചർച്ചകളെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു.
എന്നാൽ വീണ്ടും ചുമതല ഏൽക്കുമ്പോഴേക്കും അവർ തിരിച്ചെത്തിയില്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ ഹമാസിനോ മറ്റാർക്കെങ്കിലുമോ ഗുണകരമാകില്ല. അതേപ്പറ്റി കൂടുതലൊന്നും പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും അധികകാലം അവർ ബന്ദികളായി തുടരില്ല. ഇസ്രയേലികളടക്കം തന്റെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടെന്നും അമേരിക്കക്കാരും ആ കൂട്ടത്തിലുണ്ടെന്നും ട്രംപ് പറഞ്ഞു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ ആക്രമിച്ച് 251 പേരെയാണ് ഹമാസ് ഭീകരർ ബന്ദികളാക്കിയത്. പലരെയും പിന്നീട് മോചിപ്പിച്ചു. അതിൽ വിദേശ പൗരരടക്കം 100ഓളം പേരെയാണ് ഇനിയും മോചിപ്പിക്കാനുള്ളത്. ഹമാസുകാർ ആയുധം വെച്ച് കീഴടങ്ങുകയും ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്താൽ തൊട്ടടുത്ത ദിവസം യുദ്ധം നിർത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ബന്ദികളെ മടക്കിക്കൊണ്ടുവരാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും അതുവരെ യുദ്ധം നിർത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബന്ദികളെ കൈമാറിയാൽ ശേഷിക്കുന്ന ഹമാസുകാർക്ക് ജീവൻ നഷ്ടപ്പെടില്ലെന്നും മറിച്ച് അവരെ മുറിവേൽപ്പിക്കുന്നവരെ വേട്ടയാടുമെന്ന മുന്നറിയിപ്പും നെതന്യാഹു നൽകി. കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തിങ്കളാഴ്ച രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു. പുതിയ ഭരണകക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കാനഡയുടെ പാർലമെന്റ് മാർച്ച് 24 വരെ സസ്പെൻഡ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേതാവ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം തന്റെ 10 വർഷത്തെ പ്രധാനമന്ത്രി പദത്തിൽ ഈ രാജ്യത്തിനു വേണ്ടി പോരാടി എന്ന് പറഞ്ഞു. അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ ഇന്ത്യൻ വംശജരായ അനിത ആനന്ദും ചന്ദ്ര ആര്യയും. അനിത ഉൾപ്പെടെ 5 പേരുടെ പേരാണ് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത്. 9 വർഷത്തെ ഭരണത്തിന് ശേഷം കാനഡയിലെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേതാവ് ജസ്റ്റിൻ ട്രൂഡോ തിങ്കളാഴ്ചയാണ് രാജിവെച്ചത്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു ട്രൂഡോയുടെ രാജി. പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി അറിയിച്ചു. കാനഡ അമേരിക്കയുമായി ലയിക്കണമെന്ന തന്റെ നിർദ്ദേശം ആവർത്തിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് ശേഷം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായമാണ് ശ്രദ്ധേയമാകുന്നത്. കാനഡയ്ക്ക് വേണ്ടി വൻ വ്യാപാര കമ്മികളും സബ്സിഡികളും അമേരിക്കയ്ക്കിനി തുടരാൻ കഴിയില്ലെന്നറിയാവുന്നതിനാലാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത്. നിരവധി കനേഡിയൻ പൗരന്മാർ ആ രാജ്യം അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കാനഡ യുഎസുമായി ലയിച്ചാൽ താരിഫുകൾ ഉണ്ടാകില്ല, നികുതികളും കുറയും. കൂടാതെ റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ ഭീഷണിയിൽ നിന്ന് കാനഡയെ പൂർണ്ണമായും സംരക്ഷിക്കും. ഒരുമിച്ച് നിന്നാൽ എത്ര മഹത്തായ രാഷ്ട്രമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശത്തോട് കാനഡയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. 1ാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ട്രൂഡോയും ട്രംപും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. 2024 നവംബർ 5 തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കുക എന്ന ആശയം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ട്രൂഡോയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ സമയത്തും ട്രംപ് തന്റെ വാഗ്ദാനം ആവർത്തിച്ചിരുന്നു. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധ വാതിൽ തുറന്ന് ഫ്രാൻസിസ് പാപ്പ ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ച് 2 ആഴ്ച തികയുന്നതിന് മുൻപേ സന്ദർശനം നടത്തിയത് 5 ലക്ഷത്തിലധികം തീർത്ഥാടകർ. സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ റിനോ ഫിസിഷലെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജൂബിലി വാതിലിലൂടെ പ്രവേശിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കുവാൻ 2026 ജനുവരി 6 വരെ സമയമുണ്ടായിരിക്കെയാണ് വൻതോതിൽ തീർത്ഥാടകർ വത്തിക്കാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് തലേന്ന് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിൽ തുറന്ന് ഫ്രാൻസിസ് പാപ്പ ജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ച് 2 ആഴ്ച തികയുന്നതിനു മുമ്പേ സന്ദർശനം നടത്തിയത് 5 ലക്ഷത്തിലധികം തീർത്ഥാടകർ. സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ റിനോ ഫിസിഷലെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജൂബിലി വാതിലിലൂടെ പ്രവേശിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കുവാൻ 2026 ജനുവരി 6 വരെ സമയമുണ്ടായിരിക്കെ വൻതോതിൽ തീർത്ഥാടകർ വത്തിക്കാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5,45,532 പേർ ഇതിനകം തീർത്ഥാടനം നടത്തിയിട്ടുണ്ടെന്ന് ജനുവരി 7 ഡിക്കാസ്ട്രി ഫോർ ഇവാഞ്ചലൈസേഷൻ പുറത്തിറക്കിയ മാധ്യമ പ്രസ്താവനയിൽ കർദിനാൾ വെളിപ്പെടുത്തി. തീർത്ഥാടകർക്ക് സ്വാഗതവും അവരുടെ പ്രതീക്ഷയ്ക്കൊത്തുയരുന്ന അനുഭവം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഡിക്കാസ്ട്രി പ്രവർത്തിക്കുന്നുണ്ടെന്നും ജൂബിലി വർഷം മുഴുവൻ റോമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന 30 ദശലക്ഷം തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാൻ വത്തിക്കാനും ഇറ്റാലിയൻ അധികാരികളും സംയുക്തമായി പരിശ്രമിക്കുകയാണെന്നും കർദിനാൾ അറിയിച്ചു.
വിശുദ്ധ വർഷത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെത്തി ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരുവാനും പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കുവാനും ലോകമെമ്പാടും വിവിധ തീർത്ഥാടന പദ്ധതികളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ വാതിലിന് പുറമെ സെയിന്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബസിലിക്ക, സെയിന്റ് മേരി മേജർ ബസിലിക്ക, സെയിന്റ് പോൾ ബസിലിക്ക, റോമിലെ റെബിബിയ ജയിൽ എന്നിവിടങ്ങളിലായാണ് വിശുദ്ധ വാതിൽ തുറന്നിരിക്കുന്നത്. ജനുവരി 24 മുതൽ 26 വരെ നടക്കുന്ന ലോക ആശയ വിനിമയ ജൂബിലിയാണ് 2025 ജൂബിലി വർഷത്തിലെ റോമിലെ ആദ്യത്തെ പ്രധാന പരിപാടി. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകർ ചടങ്ങിനായി റോമിലെത്തും. പീഡിത ക്രൈസ്തവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ സംഘടനയുടെ 2025 ഗ്ലോബൽ പെർസിക്യൂഷൻ ഇൻഡെക്സ് പുറത്തിറങ്ങി. ഏകദേശം 300 ദശലക്ഷം ക്രൈസ്തവർ ലോകമെമ്പാടും തടവും പീഡനവും കൊലപാതകവും ഉൾപ്പെടെ എല്ലാതരം പീഡനങ്ങളും അഭിമുഖീകരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ICC നൽകുന്നത്. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ 2025 പുതുവർഷത്തിനായി പുതിയ വാർഷിക റിപ്പോർട്ട് പുറത്തിറക്കി. ICCയുടെ 2025 ഗ്ലോബൽ പെർസിക്യൂഷൻ ഇൻഡെക്സ് 20 രാജ്യങ്ങളിലെ ക്രൈസ്തവ പീഡനത്തിന്റെ ആഴത്തിലുള്ള വിശകലനം നൽകുന്നു. റിപ്പോർട്ട് പ്രകാരം ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി പീഡനം സഹിക്കുന്ന ക്രിസ്ത്യാനികളുടെ കണക്കുകൾ ആശങ്കാജനകമാണ്. ഏറ്റവും രൂക്ഷമായ പീഡന മേഖലകൾ തിരിച്ചറിയാൻ ICC ലോകത്തിന്റെ എല്ലാ കോണുകളിലും നടത്തിയ അന്വേഷണത്തിൽ ലോകമെമ്പാടുമുള്ള ഏകദേശം 30 ദശലക്ഷം ക്രിസ്ത്യാനികൾ തടവും പീഡനവും കൊലപാതകവും ഉൾപ്പെടെ എല്ലാത്തരം പീഡനങ്ങളും അഭിമുഖീകരിക്കുന്നുവെന്ന് ICC പ്രസിഡന്റ് ജെഫ് കിങ് വ്യക്തമാക്കി. 2025 ആഗോള ക്രൈസ്തവ പീഡന സൂചികയിൽ നിക്കരാഗോ ഗവൺമെന്റിന്റെ ക്രൈസ്തവ വിരുദ്ധതയും പീഡനങ്ങളും വലിയ രീതിയിൽ വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളിലൂടെയും ആൾക്കൂട്ട ആക്രമണങ്ങളിലൂടെയും ക്രിസ്ത്യാനികളുടെയും മറ്റ് മതന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പീഡനങ്ങൾ വർദ്ധിച്ചതായും ICC കണക്കുകൾ വ്യക്തമാക്കുന്നു. DRCയിലെയും നൈജീരിയയിലെയും സഹേലിലുടനീളമുള്ള പ്രദേശങ്ങളിലെയും ക്രിസ്ത്യാനികൾ ഭയാനകമായ ആക്രമണങ്ങളും കുടിയൊഴിപ്പിക്കലും നേരിടുന്നു. സ്വേച്ഛാധിപത്യത്തിന്റെ വളർച്ച, ബഹുജന കുടിയൊഴിപ്പിക്കൽ തുടങ്ങിയ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നിലവിലുള്ള എല്ലാ പ്രവണതകളും ICC വിശകലനം ചെയ്തു. ക്രിസ്ത്യാനികളെ ലക്ഷ്യമിടുന്ന ഭരണകൂടങ്ങളും ക്രൈസ്തവ വിശ്വാസങ്ങളെ നിരീക്ഷിക്കാനും അടിച്ചമർത്താനും സാങ്കേതിക വിദ്യയിലൂടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും വെളിപ്പെടുത്തുന്ന ICCയുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം പ്രതീക്ഷ നൽകുന്ന കണക്കുകളുമുണ്ട്. ആഗോള പീഡന സൂചികയിൽ ഇറാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും അടിച്ചമർത്തൽ നേരിടുന്ന പരിസ്ഥിതികളിൽ പോലും വിശ്വാസികളുടെ പ്രതിരോധശേഷിയുടെയും സഭാവളർച്ചയുടെയും കണക്കുകൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ലോകമെമ്പാടും വർദ്ധിച്ച പീഡനങ്ങൾക്കിടയിലും സുവിശേഷം പ്രചരിക്കുന്നത് തുടരുന്നതും ദൈവരാജ്യം വളരുകയും ചെയ്യുന്നത് ക്രൈസ്തവരുടെ വിശ്വാസ വളർച്ചയുടെ പ്രതിഫലനമാണെന്ന് എടുത്തു പറയേണ്ടതാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന റെക്കോർഡ് ഇനി കത്തോലിക്ക സന്യാസിനിയായ സിസ്റ്റർ ഇന കാനബറോയുടെ പേരിൽ. ഏറ്റവും പ്രായമേറിയ വ്യക്തിയായ നിലവിൽ കണക്കാക്കിയിരുന്ന ജാപ്പനീസ് സ്വദേശിനി ടോമിക്കോ ഇട്ടൂക്ക കഴിഞ്ഞ ദിവസം അന്തരിച്ചതോടെയാണ് റെക്കോർഡ് ഈ സന്യാസിനിയുടെ പേരിലായിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന റെക്കോർഡ് ഇനി കത്തോലിക്ക സന്യാസിനിയായ സിസ്റ്റർ ഈന കാനബാരയുടെ പേരിൽ. ലോകത്ത് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും പ്രായമേറിയ വ്യക്തിയായി നിലവിൽ കണക്കാക്കിയിരുന്ന ജാപ്പനീസ് സ്വദേശിനി ടോമിക്കോ ഇട്ടുക കഴിഞ്ഞ ദിവസം അന്തരിച്ചതോടെയാണ് റെക്കോർഡ് ബ്രസീൽ സ്വദേശിനിയായ ഈ കന്യാസ്ത്രീയുടെ പേരിലായിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിലധികം നീണ്ട ജീവിതത്തിനിടെ 2 ലോകമഹായുദ്ധങ്ങൾ, 10 മാർപ്പാപ്പമാർ സഭയെ നയിച്ചതുൾപ്പെടെ അനേകം ചരിത്ര സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ വ്യക്തി കൂടിയാണ് സിസ്റ്റർ ഈന കാനബാരോ. 1908 മെയ് 27 ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡോ സൂളിലോ സോവോ ഫ്രാൻസിസ്കോ ഡി അസീസി പട്ടണത്തിലാണ് ഈന കനബോര ലൂക്കസ് ജനിച്ചത്. 7 കുട്ടികളിൽ 2ാമത്തെ ആളായിരുന്നു ഈന. ചെറുപ്പത്തിലെ സന്യാസ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ അവൾ സമർപ്പിത ജീവിതത്തിൽ ആകൃഷ്ടയായി. 19ാം വയസ്സിൽ ഉറുഗ്വേയിലെ മോണ്ടെവീഡിയോയിലുള്ള ടൊറേഷ്യൻ സിസ്റ്റേഴ്സിനോടൊപ്പം നോവിഷ്യേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് സന്യാസിനിയായി. സമർപ്പിത ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടവും അധ്യാപികയായിട്ടായിരുന്നു സിസ്റ്റർ ഈന സേവനം ചെയ്തത്. റിയോ ഡി ജനീറോയിലും ഇറ്റോക്കയിലെ ടെറേഷ്യൻ സ്കൂളിലും പോർച്ചുഗീസ്, ഗണിതം, ശാസ്ത്രം, ചരിത്രം, കല തുടങ്ങിയ വിവിധ
വിഷയങ്ങൾ സിസ്റ്റർ പഠിപ്പിച്ചിരുന്നു. ഇതിനിടെ അനേകർക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകി. തന്റെ ദീർഘായുസിനുള്ള രഹസ്യങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നതാണെന്നും ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി താൻ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ടെന്നും സിസ്റ്ററീന വെളിപ്പെടുത്തിയിരുന്നു. റിയ ഗ്രാൻഡോ ഡോസൂൾ സംസ്ഥാനത്തിലെ സാന്റോ എൻട്രിക് ഡിയോസോ ഹോമിലെ പോർട്ടോ അലെഗ്രെയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രസീൽ തെരേസിയൻ സിസ്റ്റേഴ്സിന്റെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ് സിസ്റ്റർ നിലവിൽ വിശ്രമ ജീവിതം നയിക്കുന്നത്. ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് വർണ്ണാഭമാക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർ സിസ്റ്റർ നോയൽ റോസും 200 NSS വോളണ്ടിയർമാരും. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇവരുടെ പരിശീലനം തുടരുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം നൽകാനുള്ള ഒരു അവസരമായാണ് ഈ നിയോഗത്തെ കാണുന്നതെന്ന് ഡോക്ടർ സിസ്റ്റർ നോയൽ റോസ് ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ NSS കേരള സംഘത്തെ നയിക്കാൻ കത്തോലിക്ക സന്യാസിനി, കർമ്മലീത്ത സന്യാസിനി സമൂഹാംഗവും തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ സിസ്റ്റർ നോയൽ റോസിനാണ് ചരിത്ര നിയോഗം ലഭിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ കർത്തവ്യപഥിൽ ജനുവരി 26 നടക്കുന്ന വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിൽ നിന്നുള്ള 12 അംഗ NSS വോളണ്ടിയർമാർ പങ്കെടുക്കും. ഇത് ആദ്യമായാണ് ഒരു സന്യാസിനിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള NSS വോളണ്ടിയർമാർ പരേഡിൽ അണിനിരക്കുന്നത്. NSS ഇടുക്കി ജില്ലാ കോർഡിനേറ്ററായ സിസ്റ്റർ 2 തവണ MG യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ അവാർഡ് നേടിയിരുന്നു. സംസ്ഥാനത്ത് നിന്ന് MG, കണ്ണൂർ, കാലിക്കറ്റ്, കേരള, KTU തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും IHRDയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. പരേഡിന് ശേഷം രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും വസതികളിൽ നടക്കുന്ന വിരുന്നു സൽക്കാരത്തിലും അതിഥികളായി ഇവർ പങ്കെടുക്കും. ഡൽഹിയിലെത്തിയ സംഘം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പരിശീലനം തുടരുകയാണ്. കത്തോലിക്ക സഭയുടെ എല്ലാ മതപരമായ ഉത്തരവുകളുടെയും ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിഫെക്റ്റായി ഇറ്റാലിയൻ കന്യാസ്ത്രീയായ സിസ്റ്റർ സിമോണ ബ്രാംബിലയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. വത്തിക്കാനിലെ ഒരു പ്രധാന കാര്യാലയത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആദ്യ വനിതയാണ് സിസ്റ്റർ സിമോണ. സഭയുടെ ഭരണത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ നേതൃത്വപരമായ റോളുകൾ നൽകാനുള്ള പോപ്പ് ഫ്രാൻസിസിന്റെ ലക്ഷ്യത്തിലെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ നിയമനം. വത്തിക്കാനിലെ ഒരു പ്രധാന വകുപ്പിനെ നയിക്കാൻ ആദ്യമായി ഒരു വനിതയെ നിയമിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറ്റാലിയൻ വംശജയായ 59-കാരി സിസ്റ്റർ സിമോണ ബ്രോംബില്ലയെയാണ് സമർപ്പിത സമൂഹങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചത്. 2011 മുതൽ ഓഫീസിനെ നയിച്ചിരുന്ന കർദിനാൾ ജോവോ ബ്രാഡി അവീസിന് പകരമാണ് സിസ്റ്റർ സിമോണയെ പാപ്പ നിയമിച്ചത്. കോൺസുലേറ്റ മിഷണറി സന്യാസ സമൂഹാംഗമാണ് സിസ്റ്റർ സിമോണ ബ്രോംബില്ല. മുമ്പ് കൺസുലേറ്റ മിഷണറിമാരുടെ സുപ്പീരിയർ ജനറലായി സിസ്റ്റർ ബ്രോംബില്ല സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എപ്പിഫനിയുടെ ആഘോഷമായ തിങ്കളാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സുപ്രധാന നിയമനം പ്രഖ്യാപിച്ചത്. എന്നാൽ ആദ്യമായാണ് ഒരു വനിതയെ ഹോളി സീയുടെ ഒരു ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റായി നിയമിക്കുന്നത്. ഇതേ ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്റ്റായി കർദിനാൾ ഏഞ്ചൽ ഫെർണാണ്ടസ് ആറ്റമീനെ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുത്തു. വകുപ്പിനെ സിസ്റ്റർ ബ്രോംബില്ല നയിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഔദ്യോഗികമായി അറിയിപ്പ് നൽകി. എന്നാൽ 2 ഉദ്യോഗസ്ഥരും എങ്ങനെ ചുമതലകൾ വിഭജിക്കുമെന്നതിനെക്കുറിച്ച് വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഈ ആഴ്ചയിലെ ഷെക്കീൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.